ഒരു പ്രോട്ടീൻ തന്മാത്ര, ഒരു 500 അമിനോ ആസിഡുകളുള്ള ഒരു പ്രോട്ടീൻ തന്മാത്ര യാദൃച്ഛികമായി ഉണ്ടാകുവാനുള്ള സാധ്യത 1/10⁻950 ആണ്. അഥവാ 10⁻−950 അഥവാ 1 ശേഷം 950 പൂജ്യമുള്ള ഒരു സംഖ്യ. ആ സംഖ്യ അത്രയും സാധ്യത ഇതില്ലാതിരിക്കാനാണ് ഒരെണ്ണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി തിയറിയിൽ ഒരു അടിസ്ഥാന സിദ്ധാന്തമുണ്ട്. 1/10⁻50 എന്നുള്ളൊരു സംഖ്യയാണ് ഒരു സാധനത്തിന്റെ പ്രോബബിൾ എങ്കിൽ, ഉണ്ടാകാനുള്ള സാധ്യത എങ്കിൽ അത് ഒരിക്കലും ഉണ്ടാകൂല എന്നാണ്. അതിനേക്കാൾ എത്രയോ താഴെയാണ് ഇതെന്നുള്ളതാണ് സത്യം. ഒരു പ്രോട്ടീൻ തന്മാത്ര ഉണ്ടാകാനുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഒരൊറ്റ പ്രോട്ടീൻ തന്മാത്ര ഉണ്ടാകുവാനുള്ള അവസ്ഥാവിശേഷം. അതിൽ നിന്ന് കോശത്തിലെത്തിച്ചേരണം. കോശം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത അത്രയും സങ്കീർണമാണ് എന്നുള്ളതാണ് സത്യം. വളരെ പരിമിതമായി ഇവിടെ ഈ പുസ്തകത്തിൽ എഴുതിയത് വായിച്ചാൽ ഏതോ ഹർഗോവിന്ദ് ഖൊറാന ഒരു ദിവസം അങ്ങോട്ട് ടെസ്റ്റ് ട്യൂബിലിട്ട് കുലുക്കിയപ്പോഴേക്ക് കോശവും ജീവനുള്ള ഉണ്ടായി എന്നാണ് പറഞ്ഞാൽ തോന്നുക. കോശത്തെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയുമായി ഉപമിക്കാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുക. ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി, സ്വയം പര്യാപ്തമായ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയുമായി കോശത്തെ ഉപമിക്കാം. ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ട്. അവിടെ പാറാവുകാരനുണ്ട്, ആവശ്യമുള്ളവരെ മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടൂ. അവിടെ ജനറേറ്റർ ഉണ്ട്, ആവശ്യമായ ഊർജ്ജം അവിടെ തന്നെ നിർമ്മിക്കും. അവിടെ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്, റൈബോസോമുകളും ലൈസോസോമുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുന്ന ഒരു സെന്റർ ഉണ്ട്. അവിടെയാകട്ടെ ഒരു വലിയ ലൈബ്രറിയുണ്ട്. ആ ലൈബ്രറിയിൽ കോശത്തിനകത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ മനുഷ്യന്റെയും ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ ഒരു കോശത്തിന്റെ അകത്തുള്ളതാ പറഞ്ഞത്. ആ ലൈബ്രറിക്കകത്ത് 24 വോള്യങ്ങളുള്ള എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ എഴുതാൻ കഴിയുന്ന അത്രയും വിവരങ്ങൾ 50 കൊണ്ട് ഗുണിച്ചാൽ എത്ര വിവരങ്ങൾ ലഭിക്കുമോ അത് മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ട ഒരു ലൈബ്രറിയുണ്ട്. ആ ലൈബ്രറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മുഴുവൻ ഇൻഡസ്ട്രിയൽ സിറ്റിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത്രയും സമഗ്രമായ, വളരെ സൂക്ഷ്മമായ, അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ ഒരു നിർദ്ദേശത്തിന്റെ, ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രൂപപ്പെട്ടു വരുന്ന ഈ വസ്തുത, ഈ കോശം എന്നുള്ള അത്ഭുത പ്രതിഭാസം, അങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് കോശങ്ങൾ അടങ്ങുന്ന മനുഷ്യ ശരീരം നമുക്ക് എളുപ്പമാണ്. ഇതിന് പിന്നിൽ ഒരു സട്ടാവുമില്ല, ഇതിന് പിന്നിൽ ഒരു സംവിധായകനുമില്ല എന്ന് വാദിക്കുവാൻ. പക്ഷേ നമ്മൾ അറിയണം, അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇത് അവൻ മാർഗദർശിയാണ് എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടി ശാസ്ത്രീയമായ അവഗാഢത ആവശ്യമുള്ള വിഷയമാണെങ്കിലും മാർഗദർശിത്വം അത് വളരെ സരളമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടിലേക്ക് തന്നെ നോക്കിയാൽ ഓരോന്നിനും ആവശ്യമായ കൃത്യമായ സംവിധാനങ്ങൾ നൽകുകയും ആ സംവിധാനങ്ങൾ ആരും പഠിപ്പിക്കാതെ കൃത്യമായി നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം. പരിണാമവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശിത്വം എന്നുള്ളത് ഒരിക്കലും തന്നെ സ്ഥാപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളിലേക്ക് മറ്റെങ്ങോട്ടും പോകേണ്ടതില്ല. ഡാർവിൻ പോലും പറഞ്ഞല്ലോ, ഒട്ടകം എന്നത്, ഒട്ടകത്തെക്കുറിച്ചുള്ള പഠനം എന്നെ അത്ഭുത സ്തബ്ധമാക്കുന്നു എന്ന്. ഒട്ടകത്തിന് തത്തുല്യമായ ഒന്ന്, അതിനോട് അടുപ്പിച്ചുള്ള യാതൊന്നും തന്നെ ഒരു ഫോസിൽ തെളിവുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഒട്ടകത്തെ എവിടേക്ക് വേണ്ടി, മരുഭൂമിയിലേക്ക് വേണ്ടി മാത്രം പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചതുപോലെ നിലനിൽക്കുന്ന ഒട്ടകം എന്നുള്ള അത്ഭുത പ്രതിഭാസം പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത്. മരുഭൂമിയിലെ കാറ്റിന് പറ്റിയ രൂപത്തിൽ, മരുഭൂമിയിലെ ചൂടിന് പറ്റിയ രൂപത്തിൽ, മരുഭൂമിയിലെ കാലാവസ്ഥക്ക് പറ്റിയ രൂപത്തിൽ, മരുഭൂമിയിലെ ഭക്ഷണക്രമത്തിന് പറ്റിയ രൂപത്തിൽ ആന്തരികവും ബാഹ്യവുമായ വ്യവസ്ഥകൾ മുഴുവനും സംവിധാനിക്കപ്പെട്ട അവസ്ഥാവിശേഷം. എന്തിനേറെ ഒട്ടകത്തിന്റെ തീർച്ചയായും മരുഭൂമിയിലാകുമ്പോൾ ജലനഷ്ടം ഉണ്ടാകരുത്. നമ്മുടെ ശരീരത്തിലെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഊഷ്മാവുണ്ട്. ആ ഊഷ്മാവിന് അനുസൃതമല്ലാതായി പുറത്തുള്ള ഊഷ്മാവ് വരുമ്പോഴാണ് ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടി വേർപ്പ് വരുന്നത്. എന്നാൽ ഒട്ടകത്തിന്റെ ശരീരത്തിലുള്ള ഒരു പ്രതിഭാസം 34 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അതിന്റെ ശരീരോഷ്മാവെങ്കിലും അത് 41 ഡിഗ്രി വരെ മാറാൻ ശരീരത്തിന് തന്നെ സ്വയം കഴിവുണ്ട്. അത് മറ്റൊരു ജീവിക്കും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്താ? വേർപ്പിലൂടെ നഷ്ടപ്പെടരുത് ജലം എന്നുള്ള രൂപത്തിൽ. അതേപോലെ തന്നെ മൂക്കിനകത്ത് കടലാസ് ചുരുളുകളെ പോലെയുള്ള പ്രത്യേക ശ്ലേഷ്മ തരണ്ട്. എന്തിനാ? നിശ്വാസത്തിലൂടെ ജലം നഷ്ടപ്പെടരുത് എന്നുള്ള രൂപത്തിൽ. ഇങ്ങനെ ഒട്ടകത്തെ മരുഭൂമിക്ക് പറ്റിയ രൂപത്തിൽ സൃഷ്ടിച്ച തമ്പുരാൻ, ഇതിന് പിന്നിൽ, ഈ സംവിധാനത്തിന് പിന്നിൽ, ഈ മാർഗദർശനത്തിന് പിന്നിൽ കൃത്യമായൊരു മാർഗദർശകനെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ